ഹലോ ഫ്രണ്ട്സ്, ഞാൻ ഇന്ന് ചെയ്യാൻ പോകുന്നത് എങ്ങനെ ഇതുപോലത്തെ ഒരു സ്റ്റീൽ ബോട്ടിലിൽ നമുക്ക് നമ്മുടെ പടമോ അല്ലെങ്കിൽ പേരോ പെർമനൻ്റ് ആയിട്ട് വരയ്ക്കാമെന്നാണ്. അതും ഒട്ടും കാശലയില്ലാതെ തന്നെ. അപ്പോൾ നമ്മൾക്ക് എങ്ങനെ ചെയ്യണമെന്ന് നോക്കാം. അതിനേക്കാൾ മുന്നേ നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. പിന്നെ ബെല്ലൈക്കണും കൂടി ഒന്ന് എനേബിൾ ചെയ്തിടുക. പിന്നെ ലൈക്കും കമൻറ്റൊക്കെ ചെയ്യുക. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ ആദ്യം തന്നെ വേണ്ടത് നമുക്കൊരു സ്റ്റീൽ ബോട്ടിലാണ്. അപ്പോൾ ഇത് ഞാനിവിടെ സ്റ്റീൽ ബോട്ടിൽ എടുത്തിട്ടുണ്ട്. അതിനുശേഷം നമുക്ക് ആവശ്യമുള്ളത് ഒരു മാസ്കിംഗ് ടേപ്പും പിന്നെ ഒരു കത്രികയാണ്. നമ്മൾ മാസ്കിംഗ് ടേപ്പ് ഉപയോഗിക്കുന്നത് നമുക്കതിൽ നമ്മുടെ പടമോ പേരൊക്കെ എഴുതാനൊക്കെയാണ്. അപ്പോൾ നമുക്കിത് ഈ ഭാഗത്താണ് പടം വരയ്ക്കുന്നത്. അപ്പോൾ നമുക്ക് അവിടെ മാസ്കിംഗ് ടേപ്പ് നമുക്ക് ഒട്ടിച്ചു കൊടുക്കാം. അപ്പോൾ നല്ല ടൈറ്റ് ചെയ്ത് വേണം മാസ്കിംഗ് ടേപ്പ് ഒട്ടിക്കാൻ. അപ്പോൾ നമുക്ക് ഈ ബോട്ടിൽ വരയ്ക്കാൻ ആവശ്യമുള്ള എല്ലാ സ്ഥലത്തും നമുക്ക് മാസ്കിംഗ് ടേപ്പ് ഒട്ടിച്ചു കൊടുക്കാം. അപ്പോൾ ഇത് ഞാനിവിടെ മാസ്കിംഗ് ടേപ്പ് ഒട്ടിച്ച് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇനി ഒരു പേന എടുത്തിട്ട് നമുക്കതിൽ ഇഷ്ടമുള്ള നമ്മുടെ പേരോ അല്ലെങ്കിൽ നമ്മുടെ പടമോ വരയ്ക്കണം. അപ്പോൾ നമുക്കത് പടം വരച്ചെടുക്കാം. അപ്പോൾ അത് ഞാനിവിടെ ഒരു പടം വരച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾക്ക് ഇതാ പടം നമുക്കൊന്ന് വെട്ടിയെടുക്കണം. അതിനായിട്ട് നമ്മൾക്കൊരു നൈഫ് ഉപയോഗിച്ച് അതിൻ്റെ മുകളിൽ കൂടെ നല്ലോണം തന്നെ കട്ട് ചെയ്ത് എടുക്കാം. അപ്പോൾ നമ്മൾക്ക് ഇതിൻ്റെ മുകളിൽ കൂടെ നല്ലോണം തന്നെ അമർത്തി ഇങ്ങനെ വരച്ചെടുക്കാം ബ്ലേഡ് കൊണ്ട്. അപ്പോൾ ഇത് നമ്മളിപ്പോൾ ബ്ലേഡ് കൊണ്ട് നല്ലോണം തന്നെ അതിങ്ങനെ എല്ലായിടത്തും വരഞ്ഞ് കറക്റ്റായിട്ടുണ്ട്. അപ്പോൾ നമുക്ക് അത് വെട്ടി ചെയ്ത് നമുക്ക് അവിടെ നിന്ന് ഇങ്ങനെ പൊളിച്ച് മാറ്റാം. ഇപ്പോൾ പയ്യെ നമ്മൾ വരച്ചതൊന്നും പോവാത്ത രീതിയിൽ നമുക്ക് സൂക്ഷിച്ച് നമുക്കത് എടുത്ത് പൊളിച്ച് മാറ്റണം. അപ്പോൾ നമുക്കത് നൈസായിട്ട് എടുത്ത് മാറ്റാം. അപ്പോൾ ഇത് നമ്മളിപ്പോൾ ഇവിടെ കംപ്ലീറ്റ് ആയിട്ട് തന്നെ പൊളിച്ചെടുത്ത് കളഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമുക്കിത് ആ ചെറിയ ബോർഡർ നമുക്ക് ഒന്നും കൂടി നല്ലോണം അമർത്തി കൊടുക്കാം, എന്നാലേ കറക്റ്റായിട്ട് തന്നെ ഒട്ടുള്ളൂ. അപ്പോൾ ഇത് നമ്മൾക്കതൊന്ന് ഇപ്പോൾ നമ്മുടെ എല്ലാം ഇതായിട്ടുണ്ട്, നമുക്ക് സൈഡിലോട്ട് മാറ്റി വയ്ക്കാം. അതിനുശേഷം നമുക്ക് വേണ്ടത് ഒരു 9 വാട്ട് സപ്ലൈ ആണ്. അപ്പോൾ എനിക്കിപ്പോൾ എൻ്റെ കയ്യിൽ 9 വാട്ടിൻ്റെ ബാറ്ററി ഇല്ല. അപ്പോൾ ഞാനതൊരു ചാർജറിൽ നിന്ന് ഡയറക്റ്റായിട്ട് എടുത്തേക്കാണ്. പിന്നെ 2 ബഡ്സും വേണം. ഒരു സാധാ 2 ബഡ്സാണ് ഞാൻ എടുത്തിരിക്കുന്നത്. പിന്നെ ഞാനൊരു ഗ്ലാസ്സിൽ നമ്മുടെ വീട്ടിലേക്കുള്ള സാധാ പൊടിയുപ്പ് എടുത്തിട്ടുണ്ട്. അപ്പോൾ അത് നമ്മുടെ വീട്ടിലുള്ള സാധാ പൊടിയുപ്പാണ്. അപ്പോൾ നമുക്ക് ഈ ബഡ്സും വയറും അങ്ങോട്ട് മാറ്റി വയ്ക്കാം. എന്നിട്ട് നമ്മുടെ ഉപ്പിലോട്ട് കുറച്ച് വെള്ളം ഒഴിച്ച് നല്ലോണം ഒന്ന് ഉപ്പൊന്ന് അതിൽ അലിയിച്ചെടുക്കാം. അപ്പോൾ നമ്മുടെ ഉപ്പ് വെള്ളമൊക്കെ നല്ലോണം മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതിന് ശേഷം നമുക്ക് ഒരു ബഡ്സ് എടുക്കണം. ബഡ്സ് എടുത്ത ശേഷം നമ്മുടെ വയറെടുക്കുക. വയറെടുത്തിട്ടൊന്ന് സ്ട്രിപ്പ് ചെയ്ത് കൊടുക്കുക 2 വയറിൻ്റെ അറ്റവും. അപ്പോൾ ഞാൻ അവിടെ ഒരു കത്രിക ഉപയോഗിച്ചാണ് സ്ട്രിപ്പ് ചെയ്തെടുക്കണേ. അപ്പോൾ നമുക്ക് സ്ട്രിപ്പ് ചെയ്ത ശേഷം അതിൽ ബ്ലാക്ക് വയറിൽ എന്ന് വെച്ചാൽ നെഗറ്റീവ് നമുക്കിത് ആ ബഡ്സിന്മേ ഒന്ന് ചുറ്റി കൊടുക്കണം. അപ്പോൾ നമുക്കിത് പഞ്ഞ് പോലത്തുള്ള ഭാഗത്ത് നമ്മുടെ നെഗറ്റീവ് വയർ വെച്ച് നല്ലോണം ഒന്ന് ടൈറ്റ് ചെയ്ത് ചുറ്റിയെടുക്കാം. അപ്പോൾ നമ്മുടെ നെഗറ്റീവ് വയർ നമ്മുടെ ബഡ്സുമ്മ ചുറ്റിയിട്ടുണ്ട്. അതിനുശേഷം ഒരു ചെറിയ ഇൻസുലേഷൻ ടേപ്പ് എടുത്തിട്ട് നമ്മുടെ പോസിറ്റീവ് വയർ നമ്മുടെ ബോട്ടിലുമ്മ വെച്ചിട്ട് ഒന്ന് ഒട്ടിച്ചു കൊടുക്കാം. എന്നിട്ട് നമ്മുടെ ബഡ്സ് ഉപ്പ് വെള്ളത്തിൽ മുക്കിയിട്ട് നമുക്ക് എന്താ ബോട്ടിൽ എവിടെയാണോ വരയ്ക്കേണ്ടതെന്ന് വെച്ചാൽ അവിടെ നമുക്ക് ഉപ്പ് വെള്ളത്തുകൊണ്ട് ഇതാക്കാം. അപ്പോൾ അതായത് നമ്മളിപ്പോൾ ചെയ്യുമ്പോൾ അവിടെ നിന്നൊരു സ്മെല്ലും പിന്നെ ഒരു പുകയൊക്കെ വരുന്നുണ്ട്. അപ്പോൾ നിങ്ങളത് ഡയറക്റ്റ് സ്മെല്ല് ചെയ്യാതിരിക്കുക. പിന്നെ ഓപ്പൺ സ്പേസിൽ വെച്ച് ചെയ്യാൻ നോക്കരുത്. അല്ലെങ്കിൽ റൂമിലാണ് ചെയ്യണമെങ്കിൽ അതിൻ്റെ ജനലും വാതിലൊക്കെ തുറന്നിട്ട് ചെയ്യുക.
അപ്പോൾ നമുക്ക് എവിടെയാണ് വരയ്ക്കേണ്ടതെന്ന് വെച്ചാൽ അവിടെ നമുക്ക് ഉപ്പ് വെള്ളത്തിൽ ബഡ്സ് മുക്കിയിട്ട് നല്ലോണം തന്നെ ചെയ്ത് കൊടുക്കുക. പിന്നെ ഇടയ്ക്കിടയ്ക്ക് തുടച്ചിട്ട് എവിടെയാണ് കളറ് പോരായ്മ എന്ന് വെച്ചാൽ അവിടെ നല്ലോണം തന്നെ ചെയ്ത് കൊടുക്കുക. അപ്പോൾ അത് നമ്മുടെ ബഡ്സ് ഇപ്പം നല്ലോണം കരിഞ്ഞിട്ടുണ്ട്. അപ്പോൾ അത് ആ ബഡ്സ് നമ്മൾക്ക് കളയാം. അപ്പോൾ അത് ആ ബഡ്സ് കട്ട് ചെയ്ത് കളഞ്ഞിട്ട് നമുക്കൊരു പുതിയ ബഡ്സ് എടുക്കാം. അപ്പം നേരത്തെ ചെയ്ത പോലെ തന്നെ വയറൊന്നും കൂടി സ്ട്രിപ്പ് ചെയ്തിട്ട് നമ്മുടെ ബഡ്സുമ്മേ നമുക്ക് ചുറ്റി കൊടുക്കാം. എന്നിട്ട് നമുക്ക് എല്ലായിടത്തും ചെയ്ത് കൊടുക്കാം. അപ്പം നിങ്ങൾ ചെയ്യുമ്പോൾ സൂക്ഷിച്ച് ചെയ്യുക. കാരണം ഇത് നമ്മളിപ്പോൾ ചെയ്തിട്ട് തെറ്റി കഴിഞ്ഞാൽ പിന്നെ അത് മാറ്റാൻ പറ്റില്ല. ഇതിപ്പോൾ പെർമനൻ്റ് ആയിട്ടാണ് നമ്മൾ ചെയ്യണത്. അപ്പോൾ ഇത് നമ്മളിപ്പോൾ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ നമുക്കിത് വയറൊക്കെ അവിടെ നിന്ന് പറിച്ച് മാറ്റാം. അതിനുശേഷം നമ്മൾ ഒട്ടിച്ച് വെച്ചേക്കണ മാസ്കിൻ ടേപ്പ് നമുക്ക് അവിടെ നിന്ന് പൊളിച്ച് മാറ്റാം. അപ്പോൾ ഇത് നമ്മുടെ മാസ്കിൻ ടേപ്പൊക്കെ പൊളിച്ച് മാറ്റിയിട്ടുണ്ട്. അപ്പോൾ അത് ആ കണ്ണിൻ്റെ അവിടത്തെയൊക്കെ ചെറിയ മാസ്കിൻ ടേപ്പുകളൊക്കെ നല്ലോണം തന്നെ പൊളിച്ച് മാറ്റുക. എന്നിട്ട് നമ്മുടെ കുപ്പി നല്ലോണം ഒന്ന് കഴുകി വൃത്തിയാക്കി എടുക്കുക. അപ്പോൾ ഇത് ഞാനിവിടെ കുപ്പി കഴുകിയിട്ടുണ്ട്. അപ്പം നമ്മൾക്കത് നല്ലോണം തുടച്ച് കൊടുക്കാം. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. പിന്നെ ലൈക്കും കമൻറ്റൊക്കെ ചെയ്യുക. അപ്പോൾ ഇത് നമ്മുടെ കുപ്പി ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു.